വെൽക്കം ടു മൈ ചാനൽ സിമ്പിൾ റെസിപ്പീസ് വിത്ത് മീനു. അപ്പം നമ്മളിന്ന് ഒരു അടിപൊളി ഡിഷായിട്ടുള്ള റസ്മലായി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ടൊരു സോസ് പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളതൊന്ന് നല്ലപോലെ പിരിഞ്ഞ് നമുക്ക് പനീറായിട്ട് കിട്ടണം. ഇനി ആ പനീർ കൊണ്ടാണ് നമ്മൾ ആ ഒരു മിക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് നല്ലപോലെ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു വെള്ള ക്ലോത്ത് ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം. അതിൻ്റെ പുളിപ്പൊക്കെ ഒന്ന് പോകാനായിട്ടാണ്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇളക്കിയെടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് അതിനകത്തേക്ക് ഈ നമ്മുടെ പനീർ വെച്ചിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഭയങ്കര സോഫ്റ്റായിട്ട് കിട്ടണം. നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കുഴച്ചെടുക്കണം. അപ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പം ഇങ്ങനെ ചെയ്ത് നല്ല പോലെ ഒന്ന് മയപ്പെടുത്തിയെടുക്കാം. ഇങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് നമുക്കത് കിട്ടണം. അപ്പോൾ നല്ലൊരു ഭയങ്കര സോഫ്റ്റായിട്ടുള്ളൊരു ഡോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് പ്രസ് ചെയ്ത് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടണം. ഈ ഒരു ഷേപ്പിൽ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ നമുക്ക് ആ ഒരു റസ്മലായുടെ ഷേപ്പ് ഇതാണ് നമുക്കിതിൽ കിട്ടണം. എന്നിട്ട് ഓരോന്നും ബാക്കിയുള്ളത് കൂടെ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ ഇതാണ്ട് ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സോസ് പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന 1 കപ്പ് പഞ്ചസാരയാണ്. ആവശ്യത്തിന് പഞ്ചസാര നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ മധുരത്തിനനുസരിച്ച്. നമുക്ക് നല്ലപോലെ ഒന്ന് ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നമ്മുടെ പനീർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ പനീർ ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഉണ്ടല്ലേ, നല്ല വലിയതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടായതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. ഇനി നമ്മളൊരു കപ്പ് പാൽ, ഒരു ചെറിയ കപ്പ് പാലിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മിൽക്ക് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാര നമുക്ക് ആ പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പിസ്തയും നട്ട്സും കൂടെ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പാലൊട്ടും അടിക്ക് പിടിക്കാതിരിക്കാൻ നല്ലപോലെ ഇളക്കണം. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കാഡമം പൗഡർ, അതായത് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് നമ്മൾ നല്ലപോലെ വെന്ത് വരണം. നമുക്കിതിനകത്തേക്ക് കുറച്ച് സാഫ്രോൺ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ പാലിനകത്ത് കുറച്ച് സാഫ്രോൺ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാനൊരു ആഡംബരത്തിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഈ ഒരു സാഫ്രോണും ഞാൻ കുറച്ച് യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ആ കറക്റ്റ് റസ്മലായുടെ ഒരു കളർ കിട്ടാനായിട്ട് ഞാൻ കുറച്ച് യെല്ലോ കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു 5 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ഒരു വറ്റി വരുന്നിടം വരെ നമുക്ക് നല്ലപോലെ ഒന്ന് അങ്ങനെ വെച്ച് കൊടുക്കാം ഒരു 5 മിനിറ്റ്. അപ്പോൾ നമ്മുടെ ആ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടിയാൽ മതി. ഇനി നമ്മൾ ആ പനീർ ഷുഗർ സിറപ്പിൽ തന്നെ ഞാൻ വെച്ചേക്കുമായിരുന്നു. നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് അതിനകത്തിലെ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഷുഗർ സിറപ്പിൽ നിന്ന് ഇങ്ങനെ മുക്കി അങ്ങനെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഏത് ട്രെയിലാണോ ഒഴിച്ച് കൊടുക്കുന്നത് ആ ട്രെയിലോട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു മിക്സ്
ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ യമ്മി ആൻഡ് സൂപ്പർ സോഫ്റ്റ് റസ്മലായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര യമ്മിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, ഭയങ്കര സ്വീറ്റായിട്ട് പെട്ടെന്ന് നമുക്ക് ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു ഡെസേർട്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റാണ്. നമുക്ക് ആ ഒരു എക്സാക്റ്റ് ഫ്ലേവറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ല ഒരു ആ കറക്റ്റ് ഫ്ലേവറിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ നട്ട്സ് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് സാഫ്രോണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റസ്മലായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര എമ്മിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ താങ്ക് യു. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.